ഹായ്, ഫോഴ്സ് എക്സാംസ് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അതായത് RPF ഒരുപാട് അവസരങ്ങളാണ് അടുത്ത വർഷം വരാനായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ SSC GD എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആ പഠിത്തം അവസാനിപ്പിക്കേണ്ട, അത് കണ്ടിന്യൂ ചെയ്തോളൂ. അടുത്ത വർഷം 2024 കൂടി നല്ല തൊഴിലവസരങ്ങളുമായി ഒരുപാട് വേക്കൻസികളുമായി RPF റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ അവസരങ്ങൾ വരുന്നു. ഈ ഒരു വിവരമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് പങ്കുവെക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം എന്താണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, എങ്ങനെയാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്, എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ, ഏതൊക്കെ അവസരങ്ങളാണ് ഈ എക്സാമിലുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. ഇപ്പോൾ 2 പോസ്റ്റുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. RPF സബ് ഇൻസ്പെക്ടർ പോസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ കോൺസ്റ്റബിൾ പോസ്റ്റും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ GD എക്സാം ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നു, സാർ ഇപ്പോൾ ഈ GD കഴിഞ്ഞ് അടുത്ത വർഷം നമുക്ക് മറ്റൊരു GD കൂടി ഉണ്ട്. എങ്കിൽ പോലും ഈ ഫോഴ്സ് എക്സാംസ് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അതായത് 10th ഒക്കെ കഴിഞ്ഞിട്ട് ഫോഴ്സിൽ ഏതെങ്കിലും ഒരു എക്സാമിൽ എനിക്ക് കയറണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് കിടിലം അവസരമാണ് എന്തെന്ന് പറയുന്നത് RPF എന്ന് പറയുന്നത്. കാരണം ഒരുപാട് വേക്കൻസി, കാരണം കുറച്ച് നാളുകളായി ഇതിന്റെ എക്സാം വിളിച്ചിട്ട്. അപ്പോൾ റെയിൽവേ, ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ വിചാരിക്കും സാർ ഇതുപോലെ റെയിൽവേയുടെ വിളിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ 2023 ലാസ്റ്റ് ആയിട്ടും വിളിച്ചിട്ടില്ല. മക്കളെ ഉറപ്പായിട്ടും വിളിക്കും, കാരണം നല്ലൊരു അവസരം ഇതിൻ്റെ ഒരു ഏരിയയിലുണ്ട്. ഒരുപാട് വേക്കൻസി പെൻഡിങ് കിടപ്പുണ്ട്, അതുകൊണ്ട് തന്നെ ഈ എക്സാം വിളിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും SSC GDക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, ഫോഴ്സ് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു എക്സാമിനെ കുറിച്ച് കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ. കോൺസ്റ്റബിൾ എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th പാസ്സാണ് കേട്ടോ, 10th പാസ്സാണ്. പക്ഷേ നിങ്ങൾ സബ് ഇൻസ്പെക്ടർ ആണ് നോക്കുന്നതെങ്കിൽ ഗ്രാജുവേറ്റ്, അതായത് ഡിഗ്രി ആവശ്യമാണ് ഇത്തരം എക്സാമുകൾക്ക്. ഇതിന്റെ ഏജ് ലിമിറ്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോ. കാരണം നമ്മുടെ ഏത് എക്സാം ആണ്, നമ്മുടെ GD എക്സാമിന് 23 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ ഇവിടുത്തെ കോൺസ്റ്റബിൾ എക്സാമിന് 25 വയസ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് 24 ഒക്കെ ആയി 25 ഒക്കെ ആയിട്ട് അപ്ലൈ ചെയ്ത് ചെയ്യാൻ പറ്റാതെ വിഷമിച്ച ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു എക്സാം എഴുതാൻ പറ്റും. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സബ് ഇൻസ്പെക്ടർ ആണെങ്കിൽ 20 to 25 യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർക്ക്, പെട്ടെന്ന് ജോലി കയറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ എക്സാം ഒരു നല്ല അവസരമാണ്. കാരണം ഫിസിക്കലൊക്കെ വരുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് കുറച്ച് കുറഞ്ഞു നിൽക്കാനൊക്കെ ചാൻസ് ഉള്ള ഒരു എക്സാമാണ് എന്തെന്ന് പറയുന്നത് RPFന്റെ എക്സാം എന്ന് പറയുന്നത്. ഇനി അതിന്റെ റിക്രൂട്ട്മെന്റ് കാറ്റഗറിയുമായിട്ട് ബന്ധപ്പെട്ട് ചില ഏജ് റിലാക്സേഷൻസ് ഉണ്ട് കേട്ടോ. OBC അതുപോലെ SC ST കാറ്റഗറിയിലൊക്കെ വരുന്നവർക്ക് ഏജ് റിലാക്സേഷൻ കൂടി ഉണ്ട്. ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കാണെങ്കിൽ 10th ക്ലാസ്, നമ്മുടെ നാട്ടിൽ നമ്മൾ പോലീസ് കോൺസ്റ്റബിൾ എഴുതുമ്പോൾ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ 10th ക്ലാസ് മാത്രമേ ഉള്ളൂ അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. 10th പാസ് ആയിരിക്കണം. സബ് ഇൻസ്പെക്ടർ വരുവാണെങ്കിൽ ഗ്രാജുവേഷൻ വേണം, ഡിഗ്രി വേണം എന്ന കാര്യം ഓർക്ക്. ഏജ് ലിമിറ്റ് ഈ ഒരു ഏജ് ലിമിറ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ചുറുചുറുക്കുള്ള നമ്മുടെ ചെറുപ്പക്കാർക്ക് കയറിപ്പാൻ സാധിക്കുന്ന, ദിശ അക്കാഡമിയെ ഫോളോ ചെയ്തിരിക്കുന്ന ആളുകൾക്ക് ഉറപ്പായിട്ടും ഇത് നല്ലൊരു അവസരമായിരിക്കും. ഞാനത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ്? അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചതാണ്, സാർ ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ്? വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഈ എക്സാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ടോപ്പിക്കുകളൊന്ന് മനസ്സിലാക്കി വെച്ചോ. എന്തൊക്കെയാണ്? ജനറൽ അവയർനെസ് ഉണ്ട്, GK എല്ലാ എക്സാമുകൾക്കും ഉണ്ട്. അതുപോലെ തന്നെ അരിത്തമെറ്റിക്, അതായത് മാത്സിന്റെ ഒരു സെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ റീസണിങ് എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. ഇംഗ്ലീഷ് ഇല്ല എന്നൊരു കാര്യമാണ് ഇവിടെ ഉള്ളത്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്താണ് ജനറൽ അവയർനെസ്, അരിത്തമെറ്റിക്, മാത്സ്, അതുപോലെ തന്നെ റീസണിങ് ആണ് ടോപ്പിക്കുകൾ വരുന്നത്. ഇതിനകത്ത് മാർക്സിന്റെ ഡിവിഷനൂടെ ഒന്ന് നോക്കിക്കോ. 50 ക്വസ്റ്റ്യൻസ് 50 മാർക്കാണ് ജനറൽ അവയർനെസ് ഏരിയയിൽ നിന്ന് വരുന്നത്. മാത്സും റീസണിങ്ങും 35 ക്വസ്റ്റ്യൻസ് 35 മാർക്ക് വീതം, ഏകദേശം 120 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 120 മാർക്കുമാണ് വരുന്നത്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമാണ് വരുന്നത്. 90 മിനിറ്റ്, അതായത് 1.5 മണിക്കൂറാണ്, 1.5 അവറാണ് എക്സാം ഉള്ളത്. അതുപോലെ ഈ ഒരു നെഗറ്റീവും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. RPF എക്സാം, RPF റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എക്സാം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഫോഴ്സ് ആഗ്രഹിച്ചിരിക്കുന്ന, നമ്മുടെ അക്കാഡമിയെ സ്നേഹിക്കുന്നവർക്ക് ഫ്രണ്ടിലേക്ക് തരാൻ സാധിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ ആണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ഇതിന്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഫോഴ്സ് പോലുള്ള എക്സാമുകൾക്ക് ഇപ്പോൾ SSC GDക്ക് ആണെങ്കിൽ നമുക്ക് എന്തുണ്ട്, റണ്ണിങ് ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ ഇവിടെയും നമ്മുടെ ഓട്ടം ഉണ്ട് കേട്ടോ. അപ്പോൾ മെയിലിനും അപ്ലൈ ചെയ്യാം, ഫീമെയിലിനും അപ്ലൈ ചെയ്യാം. ആ ഓട്ടത്തിന്റെ എത്ര ടൈമാണ്, എത്ര
മീറ്റേഴ്സ് ആണ് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതുകൂടാതെ GD ഉള്ളതിനേക്കാൾ ഇവിടെ അഡീഷണൽ ആയിട്ട് 2 കാര്യങ്ങളുണ്ട്. എന്താ, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനകത്ത് നമുക്ക് ലോങ് ജമ്പും ഹൈ ജമ്പും വരുന്നുണ്ട്. അതൊക്കെ ഞാൻ എത്രയാണ് മെഷർമെന്റ് എന്നൊക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കൂടി വരുന്നതായതുകൊണ്ട് എന്താ അഡ്വാൻറ്റേജ്, നമുക്ക് കട്ട് ഓഫ് കുറഞ്ഞു നിൽക്കാൻ ചാൻസ് ഉള്ള പരീക്ഷയാണ് എന്തെന്ന് പറയുന്നത് RPF എക്സാം, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എക്സാം. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫോഴ്സ് ബേസ്ഡ് എക്സാമുകൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഫിസിക്കൽ എടുത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇതൊരു നല്ല അവസരമാണ്. അതുകൊണ്ടാണ് ഇത് ഞാൻ പറഞ്ഞത്, ഓർക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി അതുപോലെ തന്നെ അടുത്തൊരു സാധനമാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഫോർ സബ് ഇൻസ്പെക്ടർ വരുവാണെങ്കിലും ഇതേ സാധനങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അതായത് ഓട്ടം വരുന്നുണ്ട്, ലോങ് ജമ്പ് ഉണ്ട്, ഹൈ ജമ്പ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിനകത്തും ഉണ്ട്. സബ് ഇൻസ്പെക്ടർ എക്സാമിനകത്തും ഈ സംഭവങ്ങളുണ്ട്, അതറിയാലോ. അപ്പോൾ അത് രണ്ടിനും കോമൺ ആയിട്ടാണ് ഈ കാര്യങ്ങൾ വരുന്നത്. ഡിഗ്രി ഉള്ളവർക്ക് 2 എക്സാമുകളും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നൊരു പ്രത്യേകതയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഫോർ ബോത്ത് കോൺസ്റ്റബിൾ ആൻഡ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിനകത്ത് വരുന്നത് ഹൈറ്റും വെയിറ്റും അതുപോലെ തന്നെ ചെസ്റ്റിന്റെ ഡീറ്റെയിൽസും നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, സാർ എത്രയാണ് ഹൈറ്റ് പറയുന്നത്? അതാണ്ട് ഈ ഒന്ന് ശ്രദ്ധിച്ചു, 165 സെന്റിമീറ്റർ ആണ്. ഫീമെയിൽ വരുമ്പോൾ 157 സെന്റിമീറ്റർ ആണ്. ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ചെസ്റ്റിന്റെ എക്സ്പാൻഷനും പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കണം. ഇത് വളരെ പ്രാധാന്യമുള്ളതാണ് കേട്ടോ. അതുപോലെ SC/ST കാറ്റഗറികൾക്ക് കുറച്ച് കുറവുണ്ട്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു. ഹൈറ്റ് ഒക്കെ ഉള്ളവർക്ക് മാത്രമാണ് ഇത്തരം എക്സാമുകൾക്ക് എലിജിബിലിറ്റി കിട്ടുന്നത്. ചില ആളുകൾ ഹൈറ്റ് കുറഞ്ഞു പോയിട്ടുള്ളവരൊക്കെ വിളിച്ചിട്ട്, അയ്യോ സാർ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇത്തരം എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞവരുണ്ട്. എന്നപ്പോൾ ഞാൻ ഈ ഹൈറ്റ് ഒക്കെ ഒന്ന് കൃത്യമായിട്ട് മെഷർമെന്റ് പറയുന്നത്, നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ഈ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എന്താണ് ഞാൻ ഈ എക്സാമിനെ പറ്റി പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ മുന്നേ നമ്മുടെ ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ വഴി റെയിൽവേയുടെ ക്ലാസ്സുകൾ ദ്രോണ ബാച്ച് എന്ന് പറഞ്ഞൊരു ബാച്ചിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ RPF എക്സാമിന് വേണ്ടി നോക്കുന്ന ആളുകൾ ഇപ്പോൾ തന്നെ ആ ദ്രോണ ബാച്ച് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് എന്ത് ചെയ്യാൻ ശ്രമിക്കുക, പഠിക്കാനൂടെ ശ്രമിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെയിൽവേ എക്സാമുകളെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ ദ്രോണ ബാച്ച് പോകുന്നത്. നിങ്ങൾക്കറിയാം, മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്, ഈ ടോപ്പിക്കുകൾക്കാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജും പ്രാധാന്യവും നമ്മൾ എന്തിനകത്ത് കൊടുക്കുന്നത്, റെയിൽവേ എക്സാമുകൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദ്രോണ ബാച്ച് സീരീസ് ലൈവുകൾ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ശനിയാഴ്ചയും കൃത്യമായിട്ട് ലൈവ് സെക്ഷൻസ് ആയിട്ടാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ട് അക്കാഡമി ഫ്രീ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്ന വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് ദ്രോണ ബാച്ചിലൂടെ റെയിൽവേയുടെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. RPF എക്സാമിന് നോക്കുന്ന ആളുകൾക്കും എന്ത് ചെയ്യാം, ഈ ക്ലാസ് കണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. അപ്പോൾ ആ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അത് കൂടാതെ കംപ്ലീറ്റ് ആയിട്ടുള്ള കോഴ്സ് എടുത്ത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ. ഏതാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേരെന്തുവാ? ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഇത് പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തതിന് ശേഷം രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുമ്പം കോഴ്സസിനകത്ത് നിങ്ങൾക്ക് പല ടൈപ്പ് കോഴ്സുകൾ കാണാം. ഏതൊക്കെ കോഴ്സുകളാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക്? SSCയുടെ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ, റെയിൽവേയുടെ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ, റെയിൽവേയുടെ വന്ദേ ഭാരത് ബാച്ച് മുതലായ ബാച്ചുകൾ കാണാം. ഇതിനകത്തൊക്കെ ക്ലാസ്സുകൾ വരുന്നത് എന്താണെന്നറിയാമോ? ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകളായിട്ടാണ് വരുന്നത്. ലൈവ് ക്ലാസ്സുകൾ. ഇനി ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡഡ് വേർഷൻ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആപ്പിൽ കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരാൾ ലൈവ് കാണുന്ന അല്ലെങ്കിൽ ഈ കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്ന പല ആളുകളും ചിലപ്പോൾ വർക്ക് ചെയ്യുന്നവരായിരിക്കും, ചിലപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അവർക്ക് പലപ്പോഴും ചോദ്യം വരും, സാർ ഇത് എങ്ങനെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ടൈമിൽ കാണാൻ പറ്റുന്നത്? അപ്പോൾ ലൈവ് കൂടുതലും നമ്മൾ ക്രമീകരിക്കുന്നത് രാവിലെയും വൈകുന്നേരങ്ങളിലായിരിക്കും. ഇനി ആ സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഈ ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡഡ് ആയിട്ടുള്ള വേർഷൻ ക്ലാസ്സുകളും നമ്മുടെ ആപ്പിൽ എന്തായിരിക്കും, അവൈലബിൾ ആയിരിക്കും. വളരെ ചെറിയ ഫീസിലാണ്. കേരളത്തിലെ ഏതൊരു അക്കാഡമിയും പ്രൊവൈഡ് ചെയ്യുന്നതിലെ ഏറ്റവും ചെറിയ ഫീസിലാണ് 1 വർഷ വാലിഡിറ്റിയിൽ നമ്മൾ എന്ത് കൊടുക്കുന്നത്, ക്ലാസ്സുകൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകളുടെ ക്വാളിറ്റീസും മറ്റും യൂട്യൂബ് ചാനൽ വഴി കാണാം. ഇനി അത്തരത്തിൽ പറ്റാത്ത ആളുകൾക്ക് ദ്രോണ ബാച്ച് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് ആഡ് ഓൺ ചെയ്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. മെന്റൽ സപ്പോർട്ടൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കയറുന്നുണ്ട്. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ട് പഠിക്കുന്നവർക്കാണ് കൃത്യമായിട്ട് എന്ത് അവസരമുള്ളത്. കൃത്യമായിട്ട് നിങ്ങൾക്ക് ദ്രോണ ബാച്ച് എന്ന് പറഞ്ഞൊരു ബാച്ചുണ്ട്. മുൻ വർഷങ്ങളിൽ നടന്ന റെയിൽവേ പരീക്ഷകളുടെ RRB NTPCയുടെ പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്, RRB ഗ്രൂപ്പ് ഡിയുടെ പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്. അങ്ങനെ മുൻ വർഷങ്ങളിൽ നടന്ന റെയിൽവേ എക്സാമുകളുടെ പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് എടുത്തു വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു RRB റെയിൽവേ എക്സാമിൻ്റെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് റെയിൽവേ NTPC എക്സാമുകൾക്കും ഗ്രൂപ്പ് ഡി എക്സാമുകൾക്കും മുതലായിട്ട് മാത്രമല്ല, നിങ്ങൾക്ക് RPF എക്സാമുകൾക്കും അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അപ്പോൾ എല്ലാവരും ഈ സാധ്യത ദിശ അക്കാഡമി
പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു സാധ്യത അനുസരിച്ച് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ GDയുടെ എക്സാമിന് വേണ്ടി ഒരുപാട് പേര് പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടും ഫോഴ്സ് എക്സാമിന് വേണ്ടി ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് തന്നത്. അപ്പം മസ്റ്റായിട്ടും നല്ല വേക്കൻസിയിൽ ഒരുപാട് സാധ്യതയോടുകൂടി വിളിക്കുന്ന റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്ന എക്സാമിന് നിങ്ങൾക്ക് മസ്റ്റായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഉറപ്പായിട്ടും ഈ സാധ്യത അക്കാഡമി പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് പറഞ്ഞു തന്ന ഈ സാധ്യത നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും പഠിക്കും, പ്രയോജനപ്പെടുത്തും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.